ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ, ഞാൻ എൻ്റെ കിച്ചണിലേക്ക് കുറച്ച് അടിപൊളി പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓൺലൈനായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്, നെസ്തേഷ്യയിൽ നിന്നും. അപ്പോൾ എന്നോട് എൻ്റെ കിച്ചണിലെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ പല പല ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയത് കൊണ്ട് തന്നെ അതിൻ്റെ ലിങ്കൊന്നും കറക്റ്റായിട്ട് എനിക്ക് തരാൻ പറ്റാറില്ല കേട്ടോ. പക്ഷേ ഇതിൽ ഞാൻ കാണിക്കുന്ന എല്ലാ ഐറ്റവും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റായിട്ടൊക്കെ കൊടുക്കാം. നെസ്തേഷ്യ എന്ന ബ്രാൻഡിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അവരുടെ പ്രോഡക്റ്റും ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പ്രോഡക്റ്റ് കാണിക്കുക മാത്രമല്ല, ഞാനതിൽ സെർവ് ചെയ്യുന്നതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടേ. ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൺലൈനിൽ വാങ്ങുമ്പോൾ കാണുന്നതിൻ്റെ അതിനേക്കാൾ അപ്പുറമാണ് നമ്മൾ കൈ കിട്ടുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കേട്ടോ. അപ്പോൾ നമുക്കിതാ ആദ്യത്തെ ഐറ്റം നോക്കാം. ഇത് വന്നിട്ട് സെറാമിക് ജാർ ആൻഡ് സാൾട്ട് ആൻഡ് പെപ്പർ ഷേക്കർ സെറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, നല്ല 2 സെറാമിക്കിൻ്റെ ജാറ് വരുന്നുണ്ട്. ഇതിൽ ബാമ്പൂവിൻ്റെ അടപ്പ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 2ലും സ്പൂണ് വരുന്നുണ്ട്. പിന്നെ ഇതാ വുഡൻ ട്രേ വരുന്നുണ്ട്. ആ ട്രേയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ സാൾട്ടും അതുപോലെ തന്നെ പെപ്പറും ഇട്ട് വെക്കാനുള്ള സെറാമിക്കിൻ്റെ ഈ ഒരു ചെറിയ അതും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഷേക്കർ സെറ്റ് അതും കൂടെ വരുന്നുണ്ടേ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. വൈറ്റ് കളർ, നല്ല പ്യുവർ വൈറ്റ് കളറിലാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നോൺ ടോക്സിക് ആൻഡ് BPA ഫ്രീ മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ പുറം ഭാഗത്തെല്ലാം വരുന്നത് ലീഫി ഡിസൈനും അതുപോലെ തന്നെ സെറാമിക്കും ആണ് കേട്ടോ. അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കിച്ചണിൽ എന്ത് വേണമെങ്കിൽ ഇട്ട് വെക്കാം. എന്താ പറയുക, ഷുഗർ, കോഫി, അങ്ങനെ ഷുഗർ, ടീ പൗഡർ, അങ്ങനെ നമുക്ക് എന്താണോ ഇട്ട് വെക്കാൻ സൗകര്യം അതിനനുസരിച്ച് നമുക്ക് ഇട്ട് വെക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത് കിച്ചണിൽ സെറ്റ് ചെയ്യുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു പാകത്തിനുള്ള വലുപ്പം, വലിയൊരു വലുപ്പമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ അത്ര ക്വാണ്ടിറ്റിയില്ല നമ്മൾ എടുക്കുകയുള്ളൂ, അത്രയുണ്ട്. സ്പൂണും അതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ പാകത്തിനുള്ള സെറാമിക്കിൻ്റെ സ്പൂൺ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാനിതാ നന്നായിട്ട് ഒന്ന് സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകി ക്ലീനാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് തുടച്ച് നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഞാനിപ്പോൾ ഇട്ട് വെക്കുന്നത് എൻ്റെ അതായത് ചായപ്പൊടി, കോഫി പൗഡർ, അതൊക്കെ ഞാൻ വേറെ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വിചാരിക്കുന്നത് ഒരെണ്ണത്തിൽ ഉപ്പ് പൊടിയില്ലേ, പൊടി ഉപ്പും അതുപോലെ തന്നെ ഒന്നിൽ കല്ലുപ്പും ഇട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഇത് രണ്ടും, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത് തന്നെയല്ലേ. അപ്പോൾ ഇതെടുക്കാനും കുറച്ചുകൂടെ ഈസി ആകുമല്ലോ. അപ്പോൾ ഇതിൽ രണ്ടിലും ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. മറ്റേതിൽ അതുപോലെ തന്നെ പെപ്പറും സാൾട്ടും ഇങ്ങനെ നമുക്കിങ്ങനെ ഓംലെറ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യം വരില്ലേ, എല്ലാത്തിനും ഇങ്ങനെ സാലഡിലേക്കും ഒക്കെ ഇങ്ങനെ എടുക്കാമല്ലോ, ഷേക്ക് ചെയ്തിട്ട് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എന്താണോ ഇട്ട് വെക്കാൻ സൗകര്യം അങ്ങനെ നിങ്ങൾക്കത് സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് കുക്ക് ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ട് നല്ല ഭംഗിയിൽ ഇത് വെക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിന് പറ്റിയൊരു ഐറ്റമാണ്. അതിൻ്റെ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ അതാണ് അതിന് ഒന്നുകൂടെ അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് കേട്ടോ. നമ്മളിങ്ങനെ കാണുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ഇടുന്ന സംഭവമില്ലേ, അതിൻ്റെ ഇത് കണ്ടില്ലേ, അടിഭാഗത്ത് ഇതുപോലെ അതിൻ്റെ അടപ്പുണ്ടേ. അപ്പോൾ അത് തുറന്ന് ഞാൻ അതിലേക്ക് ഉപ്പും മറ്റേതിൽ പെപ്പറും കൂടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക. നല്ല എയർ ടൈറ്റ് ആയിട്ട് നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടിലും ഇട്ട് വെച്ചിട്ടുണ്ട്. മറ്റേത് രണ്ടിലും 2 ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ സോൾട്ടും പെപ്പറും കൂടെ 2 ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് ഇത്രയും വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അതിൽ കയറിയാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും കേട്ടോ.
പിന്നെ ക്വാളിറ്റി ഒട്ടും കുറവില്ല, ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ റേറ്റ് ഉണ്ടാവും. നല്ല സാധനമാണ് കേട്ടോ, നമ്മളൊന്നും ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. ഇനി ഇതാ അടുത്തത് വരുന്നത്, ഇതൊരു നമുക്ക് സ്നാക്സൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. ലാർജ് ബേ ലീഫ് പ്ലേറ്ററാണ് കേട്ടോ. 15 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് കണ്ടോ, ബേ ലീഫിൻ്റെ ആ ഒരു ഷേപ്പിലും ആ ഒരു ഡിസൈനിലൊക്കെ ആണ് ഇത് വന്നിട്ടുള്ളത്. സെറാമിക്കാണ്, നല്ല പ്യൂർ വൈറ്റ് കളറിലാണ് കേട്ടോ വരുന്നത്. നല്ല ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷിങ്ങിലാട്ടോ ഇത് വരുന്നത്. ഇങ്ങനെ കറ പിടിക്കുക അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അത്രയും ഗ്ലോസി ആയിട്ടാണ് ഇത് വരുന്നത്. നമുക്ക് ഒരു എന്താ പറയുക, ആ ഒരു ഞെട്ട് വരുന്നില്ലേ അതിൻ്റെ ലീഫിൻ്റെ അത് ഒരു ഹാൻഡിൽ പോലെ നമുക്കത് കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിടിക്കാനും എളുപ്പമാണ്. ഇത് ഞാൻ ഓർഡർ ആക്കിയത് സ്നാക്സൊക്കെ ഇടാനും ഇനിയിപ്പോൾ റമദാനൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ നമ്മൾ ടേബിളൊക്കെ നല്ല അറേഞ്ച് ചെയ്യാനൊക്കെ നല്ല രസമുണ്ടാവും. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു സ്നാക്സ് വെച്ചിട്ട് അറേഞ്ച് ചെയ്യുന്നേ ഉള്ളേ, അത് നോക്കണ്ട. ഫുഡ് സേഫ് സെറാമിക്കാണ് കേട്ടോ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അറിയാമല്ലോ ബേ ലീഫിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെയാണ്. നോൺ ടോക്സിക് ആണ്, BPA ഫ്രീ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. കറകൾ പിടിക്കുക അങ്ങനത്തെ ഒന്നുമില്ല, നല്ല ഗ്ലോസി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് സെറാമിക്ക്. അപ്പോൾ ഇത് ഞാൻ കണ്ടതിലും എനിക്ക് നേരിട്ട് എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഐറ്റം തന്നെയാണ്, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അടുത്തത് വാട്ടർ ഡിസ്പെൻസർ വിത്ത് ബാംബു സ്റ്റാൻഡ് കേട്ടോ. ഇത് കപ്പാസിറ്റി വരുന്നത് 2600 ml ആണ്. ഇതിൻ്റെ അടപ്പ് വരുന്നത് ബാംബു ആണ് കേട്ടോ. സിലിക്കൺ ഗാസ്കറ്റും വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ്സാണ് കേട്ടോ വരുന്നത്, പ്രീമിയം ക്വാളിറ്റിയാണ്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാപ്പും വരുന്നുണ്ട്. ഇത് നമുക്കില്ലേ ഇപ്പം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കാം. എന്തെങ്കിലും ഡ്രിങ്കിങ് വാട്ടർ ഒക്കെ ആക്കി വെച്ചിട്ട് അങ്ങനെ നമുക്ക് എടുക്കാം. പിന്നെ ഈ സ്റ്റാൻഡ് വരുന്നതില്ലേ, ഇത് വുഡാണ് കേട്ടോ. ഇങ്ങനെ വിള്ളൽ വരിക അല്ലെങ്കിൽ പൊട്ടിപ്പോവുക ഒന്നും ചെയ്യില്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ എല്ലാം വേറെ വേറെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു പാക്കറ്റിലായിട്ട് ബോക്സിലായിട്ട് കിട്ടുന്നത്. നമ്മൾ എല്ലാം ജോയിൻ്റ് ആക്കിയിട്ട് കൊടുക്കുന്നത്. ഈസി ആയിട്ട് നമുക്കിങ്ങനെ സ്ക്രൂ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഞാൻ ഇത് വെക്കുന്നതും കൂടെ കാണിച്ചു തരുന്നുണ്ട്. നല്ല എയർ ടൈറ്റ് ഉണ്ട് കേട്ടോ, എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ അടപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഡ്രിങ്കും കൂടെ ചെയ്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ശരിക്കും നമുക്കൊരു ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ടേബിളിൽ എന്തെങ്കിലും ഡ്രിങ്ക് ആക്കിയിട്ടൊക്കെ വെച്ചാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇത് ശരിക്കും നമ്മളെ ഒരു ഫാമിലിക്ക് ഇത് കറക്റ്റാണ് കേട്ടോ. ഒരുപാടങ്ങ് ഒഴിച്ച് വെക്കുകയും വേണ്ട, എന്നാൽ കറക്റ്റായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു മാക്സിമം ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു 10 ഗ്ലാസ് ജ്യൂസൊക്കെയാണ് ഇതിൽ കൊള്ളുക കേട്ടോ. പിന്നെ ഇതിൽ വെള്ളമാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കിച്ചണിൽ മാത്രമല്ല, എന്താ പറയുക, നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇനിയിപ്പോൾ ഒരു പാർട്ടിയിലോ ഫംഗ്ഷനോ അല്ലാണ്ട് തന്നെ നമുക്കിത് അങ്ങനത്തെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ കുട്ടികളുടെ ബെഡ്റൂമിലൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അവർക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ വെള്ളമൊക്കെ എടുത്തിട്ട് കുടിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അവർ തന്നെ വന്നിട്ട് വെള്ളം എവിടെയെന്ന് ചോദിക്കില്ല കേട്ടോ. അവർ തന്നെ വന്നിട്ട് ടാപ്പ് തുറന്നിട്ട് അവർക്ക് തന്നെ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് ഓൺലൈനായിട്ട് കാണുന്നതിനേക്കാൾ അവിടെ ഞാൻ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ കണ്ടതിനേക്കാളും എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് കേട്ടോ ഒന്നുകൂടെ ഇഷ്ടമായത്. എല്ലാം ക്വാളിറ്റീൻ്റെ കാര്യം പറയാനില്ല കേട്ടോ, എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് റമദാനിലേക്ക് ഇതൊക്കെ ഞാൻ സെറ്റാക്കിയിട്ട് ഞാൻ വീഡിയോ എന്തായാലും കാണിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, സെറാമിക്കും ഗ്ലാസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇത് പൊട്ടിപ്പോകില്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എനിക്കും ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ വാങ്ങിയിട്ടുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവർ നന്നായിട്ട് ഇത് കണ്ടോ, ഞാനിപ്പോൾ ഒരെണ്ണം മാത്രം നിങ്ങളെ കാണിച്ചതാണ്. എല്ലാം ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ടൊക്കെ ബബിൾ റാപ്പും ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഇത് വരുന്നത്. ഒന്നും സെറാമിക് പ്ലേറ്റും കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യില്ല കേട്ടോ. അത്രയും അടിപൊളിയായിട്ടാണ് കേട്ടോ നമ്മളെ കയ്യിൽ ഇത് കിട്ടുന്നത്. ഇത് കണ്ടോ, എല്ലാം ഇങ്ങനെ തന്നെയാണ് വരുന്നത്. നിങ്ങളെ ഒരെണ്ണം ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ആ ഒരു അടുത്തെന്ന് പറയുന്നത് ക്വാളിറ്റീൻ്റെ കാര്യമാണ്. കൈ കിട്ടുമ്പോൾ അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളത്, അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കുകയേ വേണ്ട കേട്ടോ. നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ഒന്നുകൂടെ ഭംഗിയിലാണ് നിങ്ങളെ കയ്യിൽ കിട്ടുക. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അവരുടെ എല്ലാ പ്രോഡക്റ്റും, നെസ്റ്റേഷൻ്റെ എല്ലാ പ്രോഡക്റ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ. കണ്ണടച്ച് നമുക്ക് വാങ്ങിക്കാം. അങ്ങനെയാണ്. കുറച്ച് റേറ്റ് ഉണ്ടാവും, അത് അവരുടെ ക്വാളിറ്റീൻ്റെ പ്രത്യേകത തന്നെയാണ് കേട്ടോ. ക്വാളിറ്റിയുള്ള സാധനം വാങ്ങുമ്പോൾ നമ്മൾ റേറ്റ് കൊടുത്ത് വാങ്ങുമ്പോൾ അത്രയും നാളെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് വരുന്നത് ഡാൻഡലിയൻ സ്ക്വയർ ഡിന്നർ പ്ലേറ്റ് ആണ് കേട്ടോ. പ്ലേറ്റ്സ് ആണ് വരുന്നത്. ഇത് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു എന്താ ഇപ്പോൾ കളർ പറയുക, ഒരു ആഷ്, പിന്നെ ചെറിയൊരു യെല്ലോ വൈറ്റ് ഫ്ലവറൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഈ ഒരു തെർമോക്കോളിൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വരുന്നത്. അത്രയും പൊട്ടിപ്പോവുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അത്രയും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കയ്യിൽ ഇത് കിട്ടുന്നത്. സ്ക്വയർ ടൈപ്പിലുള്ളൊരു പ്ലേറ്റാണ് കേട്ടോ വരുന്നത്. ഞാനിത് സ്നാക്സ് അങ്ങനെ എന്തെങ്കിലും വിട്ട് വെക്കുക അങ്ങനത്തെ രീതിയിലാണ് വാങ്ങിയത്. പക്ഷേ ഇത് നമുക്ക് ഫുഡ് കഴിക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയും വലുപ്പത്തിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പാർട്ടിയിലൊക്കെ എന്തെങ്കിലും സ്റ്റാർട്ടറൊക്കെ വിളമ്പി വെക്കാൻ അല്ലെങ്കിൽ ഫുഡ് തന്നെ സെർവ് ചെയ്യാനും ഒക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഫുഡ് ഗ്രേഡാണ്, സെറാമിക് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അത് നല്ല കട്ടിയും കനമൊക്കെ ഉള്ള പ്ലേറ്റ് എന്ന് പറയുന്നില്ലേ, അങ്ങനെയാണ് കേട്ടോ അത് വരുന്നത്. പിന്നെ ലിഡ് ഫ്രീ ആണ്, നോൺ ടോക്സിക് ആണ് കേട്ടോ. മൈക്രോവേവിലും ഡിഷ് വാഷറിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ അതായത് മൈക്രോവേവിൽ നമുക്കിതിൽ ഫുഡൊക്കെ ചൂടാക്കാൻ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഡിഷ് വാഷറിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് ഡിഷ് വാഷറിലും ഇത് യൂസ് ചെയ്യാമെന്ന് കേട്ടോ പറഞ്ഞത്. പിന്നെ ഡാൻഡലിയൻ പൂക്കളും ഇലകളും ഒക്കെ ചേർന്ന് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് നമുക്ക് നമ്മൾ യൂസിനല്ലാതെ ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ. അത്രയും ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിന്ന് കമൻ്റായിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാത്തിൻ്റെയും നിങ്ങളതിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. നിങ്ങൾ അതിൻ്റെ എല്ലാം ക്വാളിറ്റി, അളവ് എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളത് നിങ്ങൾ ചൂസ് ചെയ്താൽ മതിയിട്ട്. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ഒരുപാട് അളവിലും ഒക്കെ വ്യത്യാസത്തിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവരുടെ ഇതിൽ സ്റ്റോറിലുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്താൽ മതി. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ പർച്ചേസ് ചെയ്തു എന്നുള്ളൂ. അടുത്തത് നല്ല അടിപൊളി ഒരു ബൗളാണ് കേട്ടോ. പേസ്റ്റൽ യെല്ലോ ബൗൾ വിത്ത് ഹാൻഡിലാണ്. ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹാൻഡിലൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. 100% പ്രീമിയം സെറാമിക് ആണ് കേട്ടോ വരുന്നത്. പിന്നെ മൈക്രോവേവ് സേഫാണ്, ഡിഷ് വാഷർ സേഫാണ് കേട്ടോ. മൈക്രോവേവിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചൂടാക്കാൻ അല്ലെങ്കിൽ കേക്കൊക്കെ ബേക്ക് ചെയ്യാനും ഒക്കെ നമുക്കിത് എടുക്കാം. എന്തെങ്കിലുമൊക്കെ ചൂടാക്കൂലേ നമ്മൾ കയ്യിലുള്ളത്, അതിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്നുമല്ല, നല്ല സെർവ് ചെയ്യാൻ പറ്റിയില്ല, നല്ല അടിപൊളി ഒരു ബൗളാണേ. ഇതും അതുപോലെ തന്നെ നോൺ ടോക്സിക് ആൻഡ് BPA ഫ്രീ ആണ് കേട്ടോ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടേബിളിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ സലാഡോ അല്ലെങ്കിൽ നൂഡിൽസ് അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് സെർവ് ചെയ്താൽ നല്ല രസമുണ്ടാവും കേട്ടോ കാണാൻ. നമ്മളൊരു പാർട്ടിയിലോ അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനോ ഒക്കെ ആണെങ്കിലും ടേബിളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ ഇതിൽ ചെയ്ത് കാണിക്കുന്നത് എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് യോഗേർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്ലേവർഫുൾ ആയിട്ടുള്ള യോഗേർട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അനാറ്, അതുപോലെ തന്നെ ആപ്പിള്, പിന്നെ കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മധുരം വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഒരു ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചപ്പോൾ അതിങ്ങനെ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഇനി മിക്സിങ് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുക, കഴിക്കുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല ഫ്ലേവറുള്ള യോഗോട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രോബെറി ഫ്ലേവറിൽ, ബ്ലൂബെറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്ലേവറിലെ യോഗോട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുകയെ. പിന്നെ ഈ ഫ്രൂട്ട്സൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ട് 10 മിനിറ്റ് വെച്ചാൽ തന്നെ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്ത് വേണമെങ്കിലും നട്ട്സ്, ഈത്തപ്പഴം എന്ത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്തിട്ട് കഴിക്കാട്ടോ. നല്ല ഹെൽത്തിയുമാണേ. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ അത് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. നല്ല രസമല്ലേ നമ്മൾ ബൗള് കാണാൻ. അങ്ങനെ ഒരു മിക്സിങ് ബൗളായിട്ടും നമുക്കിതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ.
അപ്പോൾ എൻ്റെ ഇപ്രാവശ്യത്തെ റമദാനിലേക്കുള്ള ചെറിയൊരു പർച്ചേസിംഗ് ആണ് കേട്ടോ ഞാൻ ചെയ്തത്. ഇനിയും ഇൻഷാ അല്ലാ നല്ലതൊക്കെ നല്ലത് നമ്മൾ റമദാൻ പെരുന്നാൾ അങ്ങനത്തെതൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഇഷ്ടത്തോടു കൂടി നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യൂലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ വാങ്ങിയ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ. ഇത് വരുന്നത് നിത്തോരി കുക്കിംഗ് പോട്ടാണ് കേട്ടോ. ഇത് ലിഡും കൈപ്പിടിയും ഉള്ളൊരു സെറാമിക് കാസറോൾ എന്ന് പറഞ്ഞിട്ട് ഇതിനെ പറയാൻ. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പം മൈക്രോവേവിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു 1 പോട്ട് റെസിപ്പിയൊക്കെ ആയിട്ട് ചെയ്യൂലേ, അങ്ങനെ ആക്കിയെടുക്കാനും അതിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അല്ലെങ്കിലും ഇത് നമുക്കൊരു ഇപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഒരു സെർവിങ് ഐറ്റമായിട്ടും നമുക്കിതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല ഭംഗിയില്ല കാണാൻ, വൈറ്റിൽ ഒരു ബ്ലൂ ആ ഒരു ഡിസൈനിലാട്ടോ ഇത് വരുന്നത്. നല്ല കനമുണ്ട് കേട്ടോ, നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയൊരു കാസറോളാണേ. ഇതിൻ്റെയും ക്വാളിറ്റി ഒന്നും പറയാനില്ല കേട്ടോ, നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് കിട്ടിയിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാൻ. ഞാൻ പറഞ്ഞില്ലേ ഇത് മൈക്രോവേവിൽ നമുക്ക് എന്തെങ്കിലും ചൂടാക്കി അത് അങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാനും പറ്റും എന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ആക്കി വെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലില്ലേ നല്ല ചൂട് അത് മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ. കുറച്ച് സമയം നമ്മൾ സാധാ പാത്രങ്ങളിൽ ആക്കി വെക്കുന്നതിനേക്കാളും കുറച്ചധികം ചൂട് ഇതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ ഇതുപോലെ സെർവ് ചെയ്തിട്ട് കാണാനും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഫുഡ് ആക്കിയിട്ട് ഇങ്ങനെ അടച്ചു വെക്കാമല്ലോ, ടേബിളൊക്കെ കൊണ്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം. നമ്മൾ അന്നത്തേക്കുള്ളത് കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ അടച്ചു വെക്കൂലേ, അങ്ങനെയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ടേബിളിലൊക്കെ വെച്ച് നല്ല കിടിലൻ ലുക്ക് ആയിരിക്കും കേട്ടോ ഇതൊക്കെ. അടുത്തത് വരുന്നത് സേജ് സ്കേപ്പ് സെക്ഷൻഡ് പ്ലേറ്റർ വിത്ത് വുഡൻ ട്രേ ആണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ സെലക്ട് ചെയ്ത ഒരു ഐറ്റമാണ് കേട്ടോ ഇത് നമുക്ക് ടേബിളിലൊക്കെ സ്നാക്സ് അതുപോലെ തന്നെ എന്തെങ്കിലും ചോക്ലേറ്റ്സ്, കേക്കുകൾ, പിന്നെ അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് നമുക്ക് ടേബിള് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എന്തെങ്കിലും ഇപ്പോൾ പാർട്ടിയിലൊക്കെ വെച്ചാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. സ്നാക്സ് ഒക്കെ വെക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനത്തതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി നട്ട്സ് കാര്യങ്ങളൊക്കെ വെക്കാം കേട്ടോ. പ്രീമിയം സെറാമിക് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. എലഗൻ ഡിസൈനിലാണ് ഇത് വരുന്നത്. 100% ഫുഡ് സേഫ് ആണ് കേട്ടോ. ഓർഗാനിക് ആൻഡ് സസ്റ്റൈനബിൾ ആണ്. വുഡൻ ട്രേ ആണ് കേട്ടോ വരുന്നത്. ക്ലീനിങ്ങിനും ഒക്കെ നല്ല ഈസിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ നല്ല ഡിസൈൻ വരുന്നുണ്ട്, ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല അടിപൊളി സെറാമിക്കൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഞാനിപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ എല്ലാ ഐറ്റവും സെർവ് ചെയ്ത് കാണിക്കുന്നത്. എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് തുടച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതൊന്നും വീഡിയോയിൽ കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് നട്ട്സ് എന്താണെങ്കിലും നമ്മുടെ കയ്യിലെ നട്ട്സ് ഏതായിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നല്ല രസമല്ലേ കാണാൻ, പാത്രത്തിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞല്ലോ ചോക്ലേറ്റ് അങ്ങനത്തെ രീതിയിലുള്ളതൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ടേബിളിൽ സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിലും ടേബിളിൽ നമുക്കൊരു ഡെക്കോറായിട്ട് നമുക്ക് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് കിച്ചണിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെയും വെക്കാം കേട്ടോ. അങ്ങനെ ഏത് രീതിയിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിനെ സെറ്റ് ചെയ്യാവുന്നതാണേ. അപ്പോൾ അതും അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കാം. ഇത് വരുന്നത് പ്ലേറ്റ്സ് ആണ് കേട്ടോ. സെറാമിക് ഡിന്നർ പ്ലേറ്റ് സെറ്റാണ്. അപ്പോൾ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ടാണ് ഇവരിത് പാക്ക് ചെയ്ത് വിട്ടിട്ടുള്ളത്. ഇതുപോലെ ഇത് മാത്രമല്ല കേട്ടോ, ഇതിങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ അതുപോലെ നന്നായിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊട്ടിപ്പോകുന്നുള്ളൊരു ടെൻഷനേ നമുക്ക് വേണ്ട കേട്ടോ. ഇത് കണ്ടോ നല്ല അടിപൊളി പ്ലേറ്റ് ആണ് കേട്ടോ. ഒരു ഹാഷ് കളറിലാണ് ഇത് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ വൈറ്റ് പോലെ ഉണ്ടെങ്കിലും വൈറ്റ് ഹാഷ് കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു കളറിലാണ് കേട്ടോ ഇത് വരുന്നത്. 6 പ്ലേറ്റ് ആണ് കേട്ടോ വരുന്നത്. പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സെറാമിക് പ്ലേറ്റ് ആണ് കേട്ടോ എല്ലാം. പിന്നെ നോൺ പോറോസ് സെറാമിക് ആണ്, BPA ആൻഡ് ലിഡ് ഫ്രീ ആണ് കേട്ടോ. നല്ല കനമുണ്ട് കേട്ടോ, നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ പറയുക, സ്മൂത്ത് ആൻഡ് ഗ്ലോസി ഫിനിഷിംഗ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ സ്ക്രാച്ച് വീഴുക അതുപോലെ തന്നെ കറ പിടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നം ഒന്നുമില്ല കേട്ടോ. നല്ല ഗ്ലോസി ആയിട്ടാണ് സംഭവം വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഒരു ഐറ്റം വാങ്ങിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് ഞാൻ വാങ്ങിയത് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ നമുക്ക് സ്നാക്സ് ഒക്കെ സെർവ് ചെയ്യാനും ആ രീതിയിലും വേണമെങ്കിൽ നമുക്ക് ഇത് എടുക്കാം. വേണമെങ്കിൽ നല്ല ആ രീതിയിലേക്ക് നമുക്കിത് പറ്റുമേ.
അപ്പം ഞാനിതാ ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ സ്റ്റാൻഡിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പ്യുവർ വൈറ്റ് അല്ല, ആഷ് പിന്നെ ഒരു വൈറ്റ് ചേർന്നിട്ടുള്ള ആ ഒരു രീതിയിലാണ് കേട്ടോ. പക്ഷേ ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇതിൻ്റെ ഡിസൈന്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി പ്രോഡക്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അല്ല ഞാൻ പറഞ്ഞല്ലോ ഇതല്ലാതെയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നല്ല ഭരണികളും എല്ലാം നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തത്, പിന്നെ അതുപോലെ തന്നെ ഡെക്കോർ ഐറ്റംസ്, കുക്കിംഗ് പോട്ട് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. നല്ല നല്ല ഐറ്റംസ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ലേ ഈ ചായ വെക്കുന്ന ഗ്ലാസിൻ്റെ ഒരു ഐറ്റം, അതെല്ലാം ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ പ്ലേറ്റിൽ തന്നെയാണ് ഇന്ന് ഞാൻ ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.